ഉണ്ടല്ലോ. ഇപ്പൊ ഏതായാലും സുന്നികൾ മുസ്ലിങ്ങളല്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ ഇവിടെ NDF എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, അവർ മുസ്ലിങ്ങളാണോ? അല്ലാന്ന മുജാഹിദിന്റെ വാദം. മുസ്ലിമാണ് NDF-കാരൻ. നിങ്ങൾ ആലോചിക്കണം, ഭീരുക്കളല്ലേ നിങ്ങൾ ആദർശം തുറന്നു പറയുന്നവരുടെ നിങ്ങൾക്ക് ദേഷ്യല്ലേ, കോപല്ലേ? ന്യായമായി പബ്ലിക്കില് ഇതുപോലെ ആദർശം പ്രസംഗിക്ക്. ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന് RSS-കാരെ നിർത്തിക്കോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. BJP-കാരെ നിർത്തിക്കോ. പക്ഷെ ഞാൻ ചോദിക്കുന്ന NDF-ന്റെ രാത്രി ക്ലാസ്സില് നിങ്ങൾ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ടുപോയി നിർത്തുമോ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന ആദർശം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ? മാനവികതയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഇരുട്ടിന്റെ കൂട്ടാളികളായ ഈ പറയുന്ന ആൾ എത്ര വലിയ മാനവികത അവിടെ സമീപത്വം എന്ന് പറഞ്ഞത് കേട്ടവർക്കും അറിഞ്ഞവർക്കും അറിയാം. അപ്പൊ ഏതായാലും ശരി, പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, അവർ മുസ്ലിങ്ങളല്ല. പിന്നെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിന് ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ മുസ്ലിങ്ങളാണ്. മുജാഹിദുകൾക്കുണ്ടോ? ഇല്ല. അപ്പൊ മനസ്സിലാക്കിക്കോ, ഇസ്ലാം എന്ന് വേറെയാണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് വേറെയാണ്. അതായത് മനസ്സിലായി. അപ്പൊ ഇത് കേട്ടാ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ വെറുതെ വിടുവോ? ഇല്ല. ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയുന്നു മുജാഹിദാരെ മുശ്രിക്കാണ്. ഖാലത്തുൽ യഹൂദു ലൈസത്തുൻ നസാറ അലാ ശൈഇൻ വഖാലത്തുൻ നസാറ ലൈസത്തുൽ യഹൂദു അലാ ശൈഇൻ. എന്റെ മുജാഹിദ് സഹോദരന്മാരോട് പറയാനുള്ളത്, ഈ അബദ്ധം തിരുത്തണം. നിങ്ങൾ തൗഹീദിൽ തെറ്റിപ്പോയിരിക്കുന്നു, തൗഹീദിൽ നിങ്ങൾ വികൃതമാക്കിയിരിക്കുന്നു, തൗഹീദിൽ നിങ്ങൾ വെട്ടിമുറിച്ചിരിക്കുന്നു, തൗഹീദിന്റെ സുപ്രധാനമായ ഭാഗത്തെ നിങ്ങൾ എടുത്തു മാറ്റിയിരിക്കുന്നു. അപ്പോൾ കാലത്തെന്ന് പറയുന്നു മുജാഹിദുകാരൻ മുസ്ലിമല്ല, സലഫി പറയുന്നു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മുസ്ലിമല്ല. പണ്ട് നസാറാക്കൾ പറഞ്ഞു യഹൂദികളൊന്നുമല്ല, യഹൂദികൾ പറഞ്ഞു നസാറാക്കളൊന്നുമല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖാലത്തുൽ യഹൂദു ലൈസത്തുൻ നസാറ അലാ ശൈഇൻ വഖാലത്തുൻ നസാറ ലൈസത്തുൽ യഹൂദു അലാ ശൈഇൻ. നമ്മൾ എന്ത് പറഞ്ഞു? രണ്ടും ഒരു ശൈവല്ല.